നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ബിഗ് ടെമ്പിൾ അഥവാ ബൃഹദേശ്വര ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. തഞ്ചാവൂരിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ട്, അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ അമ്പലങ്ങളിൽ ഒന്നായ തഞ്ചാവൂർ ടെമ്പിളിലാണ് എത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് കാണാനുണ്ട് നമുക്ക്. இது வந்து 9 ஏக்கர் உள்ளது. 9 ഏക്കർ. തൂക്കുപാലം നിങ്ങൾ തൂക്കുന്നത് ഇങ്ങനെ മറിക്കുന്നത് മരപ്പാലം. ഓക്കെ ഓക്കെ. ഓ, അതായത് ഇങ്ങനെ നമ്മൾ ബാഹുബലിയിലൊക്കെ കണ്ട പോലെ തന്നെ അതേതാണ് ഇങ്ങനെ മറിക്കും. ഇങ്ങനെ, അതായത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ശത്രുക്കൾ എളുപ്പം കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് തൂക്കുപാലം. അതായത് ഇങ്ങനെ തുറന്നു പോകുന്ന ടൈപ്പിലുള്ള തൂക്കുപാലമാണ് ഇവിടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ ഈ കിടങ്ങിനകത്ത് മുതലയും പാമ്പ് പോലുള്ള ഭീകരജീവികളൊക്കെ അന്ന് കാലത്ത് ഇതിലുണ്ടായിരുന്നെന്നാണ് പറയുന്നത്. ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പാലക്കാട് കോട്ടയിലൊക്കെ ഉള്ളതുപോലെ ഒരു കിടങ്ങാണ്. പഴയ രാജാക്കന്മാരെല്ലാവരും കോട്ട കെട്ടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കളിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആയിട്ട് സേഫായിട്ട് അകത്തിരുന്ന് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണല്ലോ. ഇത് പുറമേ കെട്ടിയിരിക്കുന്ന മതിൽ എന്ന് പറയുന്നത് മറാത്ത രാജവംശത്തിന്റെ കാലഘട്ടത്തിൽ കെട്ടിയതാണ്. ഓരോരോ സെക്ഷനായിട്ടാണ് നമുക്ക് അകത്തുനിന്ന് കാണാനുള്ളത്. പ്രശസ്തമായ ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ മതിൽ എഴുതി വെക്കുന്നത് ഒരു സ്ഥിരം ഹോബിയാണ് ആളുകളുടെ. ഇവിടെയും ഇതുപോലെ അങ്ങനെയുള്ള എല്ലാ ഇതും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയും ഈ പരിസരത്തൊക്കെ കാണാവുന്നതാണ്. ചരിത്ര പ്രാധാന്യമായ ഇത്തരം സ്ഥലങ്ങളിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ എഴുതുന്നത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് തഞ്ചാവൂർ എന്ന് പേര് പറയാൻ കാരണം എന്താണെന്നുള്ളത് അറിയോ? അതായത് തഞ്ചൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു. ആ അസുരനെ നിഗ്രഹിച്ചത് ഭഗവാൻ മഹാവിഷ്ണുവാണ്. അപ്പോൾ മഹാവിഷ്ണു നിഗ്രഹിക്കുന്ന സമയത്ത് തഞ്ചൻ ഒരു വരം ചോദിക്കുകയാണ് മഹാവിഷ്ണുവോട്, എൻ്റെ പേരിൽ അറിയപ്പെടണം ഈ നഗരം എന്ന് ഒരു വരം ചോദിക്കുകയാണ് തഞ്ചനോട്. അപ്പോൾ ഭഗവാൻ അത് സമ്മതിക്കുകയും തഞ്ചൻ്റെ ഊര്, അതാണ് ഈ തഞ്ചാവൂര് എന്നായിട്ട് മാറിയത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള തിരക്കും കാര്യങ്ങളൊക്കെ വഴിയെ ഇതിനകത്ത് നമ്മൾക്ക് ഒരുമിച്ച് നീങ്ങാം. ഇവിടെ ഇതിന് പറയുന്നത് പെരിയ കോവിൽ എന്നാണ്. പെരിയ കോവിലേക്ക് കയറുന്നതിന് മുൻപായിട്ട് ആദ്യത്തെ എൻട്രൻസ് പറയുന്നത് മറാത്ത രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ കെട്ടിയതാണ്. അതിന് ഈ ഗേറ്റ് വേൻ്റെ 2 സൈഡായിട്ട് ഒരു സൈഡ് ഗണപതിയും മറ്റൊരു സൈഡ് മുരുകൻ്റെയും പ്രതിഷ്ഠ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കടന്നിട്ടാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഈ ടെമ്പിളിൻ്റെ ചരിത്രവും കാര്യങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് തമിഴിൽ, ഹിന്ദിയിൽ, ഇംഗ്ലീഷിലും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ അമ്പലത്തിൻ്റെ ഒരു ഫുൾ മാപ്പ്, അതിൻ്റെ ആ ഉള്ളിലുള്ള സ്ഥലങ്ങളെല്ലാം നമുക്ക് കാണാൻ പറ്റും. നമ്മൾ മെയിൻ ഗേറ്റ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ളൊരു എൻട്രൻസ് ആണ്. ഇവിടെ വേറൊരു ഗേറ്റ് ഉണ്ട്. അതെന്ന് പറയുന്നത് രാജരാജ ചോളൻ കെട്ടിയതാണ്. അതായത് മറാത്താസ് വരുന്നതിന് മുൻപായിട്ട് കെട്ടിയ ഒരു ഗേറ്റാണ്. അതിന് എന്താന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേരാസ്, അതായത് കേരളാസ് ഇല്ലേ, അവരെ തോൽപ്പിച്ചിട്ട് രാജരാജ ചോളൻ ജയിച്ച് വന്ന സമയത്ത് കെട്ടിയ ഗേറ്റാണ്, കവാടമാണ്. അപ്പോൾ അതിനെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന ശിവന്റെയും ബ്രഹ്മാവിൻ്റെയും എല്ലാം പല ഫേസസ് മേലെ കാണാൻ പറ്റും. അതായത് ആർക്കിടെക്റ്റ് പരമായിട്ട് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഗംഭീര ആർക്കിടെക്റ്റാണ്. ഇവിടുത്തെ സ്ട്രക്ചറിലെല്ലാം നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. കാര്യം ഒറ്റക്കല്ലിൽ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. നമുക്ക് അതിനെപ്പറ്റി വിശദമായിട്ട് പറയാൻ അറിയില്ലെങ്കിലും പക്ഷെ കാണുമ്പോൾ അതിഗംഭീരമായിട്ട് തന്നെ തോന്നും. അതെ, അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കട്ട്ള എന്ന് പറയുന്നത് പോലെ 2 സൈഡും വെച്ചിരിക്കുന്ന ആ കല്ലുകൾ 2 ഒറ്റ പീസിലാണ്. അതെങ്ങനെ ഇവരിങ്ങനെ ഇതാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അതെ, നമുക്ക് ഈ ഗേറ്റിൽ തന്നെ എത്രയേറെ വിശദീകരിക്കാനുണ്ടെങ്കിൽ അകത്ത് എന്തായിരിക്കും എന്നുള്ള കൗതുകമുണ്ട്. നമുക്ക് നോക്കാം. അല്ല, ഈ അമ്പലത്തിനകത്ത് പ്ലാസ്റ്റിക്കിന്റെ ഒരു സാധനവും നോട്ട് അലൗഡ് ആണ് അതിനകത്ത്. അതെ അതെ അതെ. മറ്റേ അതുപോലെ തന്നെ നമ്മൾ ഗേറ്റിലോട്ട് കയറുമ്പോഴത്തേനും ലെഫ്റ്റ് സൈഡായിട്ട് മറ്റേ വെള്ളമുണ്ട് കുടിക്കാൻ. അപ്പോൾ വെള്ളം കുടിച്ചിട്ട് ആ ഉള്ളിലോട്ട് പോവാം. അമ്പലത്തിനകത്ത് കയറണമെങ്കിൽ ചെരുപ്പ് എല്ലാം പുറത്ത് വെച്ചിട്ട് വേണം പോകാൻ. അതിനിവിടെയായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള ഒരു ക്ലോക്ക് റൂം ഉണ്ട്. അതിനകത്ത് ഇതെല്ലാം സേഫായിട്ട് വെച്ചിട്ട് വേണം അകത്തോട്ട് കയറാൻ. ക്ലോക്ക് റൂമിൽ നമ്മൾ ചെരുപ്പ് വെച്ചു. അപ്പോൾ ചെരുപ്പ് വയ്ക്കുമ്പോൾ അവിടെ ഒരു ഹുക്ക് ഉണ്ട്. ആ ഹുക്കിൻ്റെ നമ്പറാണ് A25. ആ A25 എന്ന് പറയുമ്പോൾ അവരൊരു സ്ലിപ്പ് തരും. ഇത് അപ്പോൾ ഒരു ചെരുപ്പ് എത്ര പേരുണ്ടോ അതിനനുസരിച്ചിട്ടാണ് കാശ്. ഇപ്പോൾ നമ്മുടെ 25 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. എന്ത് കണക്കാണെന്നറിയില്ല, 8 പേരാണ് നമ്മൾ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ മെയിൻ എൻട്രൻസ് ആയ, അതായത് ബിഗ് ടെമ്പിളിൻ്റെ ഏറ്റവും അടുത്തുള്ള എൻട്രൻസ് ആയ ഗേറ്റ് വേയിലൂടെ കടന്നു പോകാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഈ ഗേറ്റ് കടന്നതിന് ശേഷം വലിയ ചുറ്റുമതിലൊക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ കല്ലുകളിലെല്ലാം കൊത്തിയിരിക്കുന്ന പഴയ ലിഖിതങ്ങൾ കാണാൻ പറ്റും. ആ ലിഖിതങ്ങൾ നോക്കിയിട്ട് തന്നെയായിരിക്കും ശാസ്ത്രജ്ഞന്മാർ, ഇവിടുത്തെ റിസർച്ചേഴ്സ് എല്ലാം ഈ അമ്പലത്തെ പറ്റിയുള്ള
കുറേ കാര്യങ്ങൾ ചരിത്രങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക വിചാരിക്കണം അല്ലേ? അത് പഴയ തമിഴ് ലിപിയാണ് ഇതിലെല്ലാം കാണാൻ. അതെ, ഇവിടെ പല ഭാഗത്തായിട്ട് മറാത്ത സംസ്കാരത്തിലുള്ള കുറേ ലിഖിതങ്ങളും കിട്ടിയിട്ടുണ്ടെന്നാണ് പറയണത് കേട്ടത്. പിന്നെ അപ്പോൾ എന്താണോ എഴുതുന്നത് ആ ഒരു സമയത്ത് ഓരോരോ സമയത്ത് ഇങ്ങനെ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ വരുത്തുന്നതിനൊപ്പം തന്നെ ലിഖിതങ്ങളും അതിനനുസരിച്ച് മാറിയിട്ടുണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. നമ്മളിപ്പോൾ കാണുന്ന ഈ പഴയ ലിഖിതങ്ങൾ പഴയ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ലിഖിതങ്ങളാണ്. മാത്രമല്ല നമുക്ക് ചരിത്രങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതുമൂലമാണ്. പക്ഷേ ഇന്നത്തെ തലമുറ ഇങ്ങനത്തെ മോണുമെൻറ്റ്സിൽ വന്നിട്ട് ചരിത്രം ഉറങ്ങുന്ന മോണുമെൻറ്റ്സിലൊക്കെ വന്നിട്ട് വരച്ചു വയ്ക്കുന്നതും പേര് എഴുതുന്നതും അതൊക്കെ ചെയ്യുന്നത് എന്താ പറയുക, വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. നമ്മളെ വീഡിയോസിൽ ഉടനീളം പറയുന്നുണ്ട്, ഇന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതുകൊണ്ട് ബോറടിക്കും പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് സങ്കടം കൊണ്ടാണ് പറയുന്നത്. നമ്മൾ അല്ലേ ഒരു യൂട്യൂബ് ബ്ലോഗർ അല്ലെങ്കിൽ ഒരു ട്രാവലർ എന്നുള്ള നിലയ്ക്ക് നമ്മളത് പറയേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാലത്തെ എൻ്റെ ആഗ്രഹമാണ് ഈ പെരിയ കോവിൽ വന്ന് കാണുക, ഇവിടുത്തെ ചരിത്രം ഉറങ്ങുന്ന ചുറ്റമ്പലം വഴി ഒന്ന് നടക്കുക എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല എല്ലാവരുടെയും ആഗ്രഹമാണ് തഞ്ചാവൂർ വരിക, അമ്പലം കാണുക എന്നുള്ളതെല്ലാം. ഇപ്പോൾ ഏതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണെങ്കിലും ഏതൊരു മോണുമെൻ്റ് ആണെങ്കിലും നമ്മൾ ജസ്റ്റ് വന്ന് കണ്ടുപോകുന്നതിനുപരി അവിടുത്തെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കി പിന്നെ നമ്മളിവിടുന്ന് നടക്കുന്നതെല്ലാം ഭയങ്കര സന്തോഷമായിട്ടുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ അമ്പലത്തിൻ്റെ പ്രത്യേകതകൾ നമ്മൾ പറയാതെ തന്നെ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ഡോമാണ്. 81ഓളം ടൺ വെയിറ്റുള്ള ഒരു ഡോമാണ് ഏറ്റവും മുകളിൽ ഉള്ളത്. അത് ഒറ്റക്കൽ ശില്പമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഏറ്റവും മുകളിലോട്ട് എത്തിച്ചതെന്നുള്ളത് ഇന്നും റിസർച്ച് നടക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതിൻ്റെ മുകളിൽ ആ ഡോം എത്രയും ടൺ ഭാരം എങ്ങനെ അന്ന് ക്രെയിനൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ അത് എത്തിച്ചു എന്നുള്ളതാണ് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. അതായത് ഈ ഗോപുരത്തിന് സ്ലോപ്പായിട്ട് 5 കിലോമീറ്റർ നീളത്തിലൊരു സ്ലോപ്പായിട്ടൊരു പാലം വെച്ചിട്ട് ആനകൾ ഉപയോഗിച്ചിട്ടാണ് ഇതിനെ വലിച്ചു കെട്ടിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതെ അതെ, അതൊക്കെ ഇവർ റിസർച്ചേഴ്സ് കണ്ടുപിടിച്ച പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു വിചിത്രമാണ്. പിന്നെ ഈ കല്ലുകൾ എവിടെ നിന്ന് എത്തിച്ചെന്നുള്ളതും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. നമ്മൾ പറയുന്നതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്. മാത്രമല്ല ആ താഴത്തെ വിഗ്രഹത്തിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 81 ടണ്ണാണ്. 81 ടൺ എന്ന് പറയുമ്പോൾ 81,000 കിലോ വരും. അതേപോലെ ഈ ക്ഷേത്രത്തിന്റെ നിഴലിനെ കുറിച്ചിട്ട് ഒരു വാക്ക് പറയാം. ഈ നിഴല്, അതായത് ഈ ഇവിടെ പുറമേ ഒക്കെ പറയുന്നത് ഈ ക്ഷേത്രത്തിന് നിഴലില്ല എന്നുള്ളതാണ്. അപ്പോൾ സനുവേട്ടാ, നമ്മളിവിടെ കാണുന്ന സ്റ്റേജുകൾ പോലെയൊക്കെ വെച്ചിട്ടുള്ള മണ്ഡപങ്ങളില്ലേ, അത് പണ്ടത്തെ രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ തന്നെ ഈ നൃത്തവും സംഗീതവും ഒക്കെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന രാജാക്കന്മാരായിരുന്നല്ലോ ഈ ചോള രാജാക്കന്മാർ. പൊതുവെ തഞ്ചാവൂർ എന്ന് പറയുന്നത് സംഗീതങ്ങളും നൃത്തങ്ങളുടെയും ഒരു പ്രധാന ആസ്ഥാനം എന്ന് പറയുന്നത് തഞ്ചാവൂരാണ്. അതെ, ഇയർലി അല്ലെങ്കിൽ ആനുവലി ഓരോരോ ദിവസങ്ങൾ ഇവിടുത്തെ സെലിബ്രേഷനിൽ ഭാഗമായിട്ട് വരുന്നത് സംഗീതവും അതേപോലെ തന്നെ നൃത്തവും ഇവിടെ നടക്കാറുണ്ടെന്നാണ് പറയുന്നത് കേട്ടത്. നല്ല വെയിലാട്ടോ. അമ്പലത്തേക്ക് വരുന്ന സമയത്ത് എല്ലാവരും രാവിലെ നേരത്തെ അല്ലെങ്കിൽ വൈകിട്ടായിട്ട് വരാൻ ശ്രമിക്കുക. പിന്നെ മാത്രമല്ല എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ അമ്പലത്തിന് ചുറ്റും ഗാർഡൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ. ഗാർഡൻ പോലെ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ട് നല്ല പുല്ലും വെച്ച് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ അമ്പലം ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മളെ ഈ നടപ്പാതയുണ്ട് ചുറ്റമ്പലത്തിൽ. അപ്പോൾ നടപ്പാതയിലൂടെ നടക്കുകയാണെങ്കിൽ കുറച്ചുകൂടി തണലത്ത് അല്ലെങ്കിൽ ഒരു കൂൾ അറ്റ്മോസ്ഫിയറിൽ നടക്കാൻ പറ്റും. പിന്നെ ഈ മതിലിനകത്ത് മേലെ നോക്കിക്കഴിഞ്ഞാൽ നന്ദി പ്രതിമകൾ കാണാം ചുറ്റും. പിന്നെ അമ്പലത്തിനകത്ത് കയറുമ്പോൾ ആദ്യം ചെന്ന് തൊഴേണ്ടത് നന്ദിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം അവിടെ പോയിട്ട് കാണാം. ഇപ്പോൾ കയറി കാണാൻ പോകുന്ന നന്ദിയുടെ വലിപ്പം എന്ന് പറയുന്നത് ചില്ലറ വലിപ്പമൊന്നുമല്ല. അതല്ല, അത് നമ്മൾ ഇതിൻ്റെ അടുത്ത് വരുമ്പോഴാണ് അതിൻ്റെ വലിപ്പം ശരിക്കും മനസ്സിലാവുന്നത്. നമ്മൾ നന്ദിയുടെ ചെവിയിൽ എന്ത് സംസാരിച്ചാലും അത് സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഈ പ്രധാന ഗോപുരത്തിൻ്റെ നേരെ മുൻപിലായിട്ട് ഉള്ള നന്ദിയുടെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം 13 അടി ഉയരമാണ്. അതായത് 3.55 മീറ്റർ ഉയരത്തിലാണ് നന്ദി ഉള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റക്കൽ പ്രതിമയാണ്. ഒറ്റക്കല്ലിലാണ് കൊത്തി ഉണ്ടാക്കിയ ശില്പമാണ് നന്ദി. ലോകത്തെ തന്നെ ഏറ്റവും വലിയ നന്ദി പ്രതിമകളിൽ ഉൾപ്പെട്ട ഒരു നന്ദിയാണ് ഈ നന്ദി. എൻ്റെ ബാക്കിലിരിക്കുന്ന നന്ദി ഇല്ലേ, ഇതാണ് ആക്ച്വലി ചോള രാജാക്കന്മാർ പണിത നന്ദി. ഇത് പിന്നീട് നായിക രാജാക്കന്മാർ ഭരണത്തിൽ വരുമ്പോൾ ഈ നന്ദിനെ സൈഡ് വെച്ചിട്ട് അവർ ഫ്രണ്ടിൽ ഏറ്റവും വലിയ നന്ദി, നമ്മൾ മുമ്പ് കണ്ട നന്ദി പണിതത്. I'm Rachel Alice. Okay, you're from? France. Okay. Oh, this is amazing. Like it's such a beautiful temple. It's very impressive. We are very surprised. It's so well done. It's the architecture is incredible. Yes,
we're very lucky to visit this place. This is our first time in India. We're here for a month. We are from Kerala. Kerala? Visiting Kerala? Yes, We yes. went to Kochi and down to the backwaters and Munnar. How is the experience in Kerala? Actually, we are from Kerala. Yes, yes. We went. It's my favorite part of India from me. Because the nature was so pretty. The backwaters was incredible. We really loved it. Yes, and Munnar is a very beautiful place. Thank you. Bye. Anyway, thank you, Rahul. Thank you. Sorry. Thank you. Nice to meet you. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ശിവലിംഗം ശ്രദ്ധിച്ചോ? അത്യാവശ്യം വലിപ്പമുള്ള വലിയ ശിവലിംഗമാണ് ഇവിടെ ഉള്ളത്. അതെ. അജേഷ്, അതിന് ഏകദേശം എത്ര ഇതുണ്ടാവും കണ്ടിട്ട്? 3.66 മീറ്റർ ഉയരത്തിലാണ് ശിവലിംഗം എന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇന്റർനെറ്റൊക്കെ നോക്കി ഏകദേശം നോക്കിയപ്പോൾ അത്രയും ഉയരമുള്ള ശിവലിംഗമാണ് അതിനകത്തുള്ളത്. മാത്രമല്ല അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശിവലിംഗം ആദ്യം അവിടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു, അതിനുശേഷമാണ് ഈ ഗോപുരം എല്ലാം പണിത് എന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗത്തിന് ഇരിക്കുന്നതിൻ്റെ വാതിലുണ്ടല്ലോ, വാതിലിലൂടെ അത് കടക്കില്ല. കാരണം അതും ഇതും ആനുപാതികമൊന്നുമല്ല. അത് പുറത്തോട്ട് എടുക്കാനോ അകത്തോട്ട് വെക്കാനോ പറ്റില്ല. ഞാൻ ശ്രദ്ധിച്ചിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശിവലിംഗത്തിന്റെ അത്രയും വലിപ്പം, സർക്കിളും അത്രയും വലിപ്പമാണ്. ഇതിനെ അകത്തോട്ട് എങ്ങനെ തള്ളി എന്നുള്ളത് നമുക്കൊരു സംശയം വരും. അതുകൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ സ്ഥിരീകരിച്ചത് അത് ശിവലിംഗം ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങി ഉണ്ടാക്കിയ ഗോപുരമാണ് ഈ കാണുന്നത്. ഈ ഗോപുരത്തിന്റെ ഹൈറ്റ് എത്രയാണ് ഏകദേശം? ഏകദേശം നിങ്ങളുടെ കണക്ക് പ്രകാരം എത്രയായിരിക്കും? ഏകദേശം ഒരു 200 അടി വരുമോ? ഏകദേശം 216 അടി, അതായത് 66 മീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഏകദേശം 18 നില കെട്ടിടത്തിൻ്റെ വലിപ്പം ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെ നമ്മൾ കാണുമ്പോൾ ഏകദേശം അടുത്തുനിന്ന് കാണുമ്പോൾ വലിപ്പം തോന്നിക്കുന്നില്ല അല്ലേ? അതായത് ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇത് മുഴുവൻ പണി ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മാത്രമല്ല ഏത് വർഷമാണോ അറിയോ? ഏകദേശം 985 മുതൽ 1010 പണി കഴിഞ്ഞ് പൂർത്തീകരിക്കുന്നത്. ചോള രാജാവിൻ്റെ 25 വർഷത്തിൻ്റെ ആ ഒരു സമയത്താണ് ഇത് പണി കഴിഞ്ഞെന്നുള്ളതാണ് പറയപ്പെടുന്നത്. ചോള രാജവംശങ്ങൾ മാത്രമല്ല ഇവിടെ ഭരിച്ചിരുന്നത്, അതിനുശേഷം മറാത്ത രാജവംശം കൂടി ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ 108 ശിവലിംഗത്തിൻ്റെ പ്രതിമകൾ ഇവിടെ പണിതിട്ടുണ്ടെന്ന് പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാണുന്ന ശിവലിംഗങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെ അന്നത്തെ കാലത്ത് വരച്ച ചുമർചിത്രങ്ങൾ അതേപോലെ മായാതെ തന്നെ നിൽക്കുന്നുണ്ട്. വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ചെറിയ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഈ ചിത്രത്തിൻ്റെ പ്രത്യേകത ഭയങ്കര കൗതുകമാണ്. ഈ ചോള രാജവംശം കഴിഞ്ഞ് വന്നിട്ടുള്ള ഭരണങ്ങളുണ്ടല്ലോ, അതിൽ ഒന്നാണ് ഈ നായ്ക്ക രാജവംശം എന്ന് പറയുന്നത്. അവർ ഈ ചോളവംശത്തിൻ്റെ ചിത്രങ്ങൾ അധികം ഡിമ്മായുന്ന സമയത്ത് അവർ ഈ നായ്ക്ക അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ചിത്രങ്ങൾ ഇതിൻ്റെ മേലെ വരച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ, അതായത് 1980 മറ്റോ ആണ് ഡി സ്റ്റെക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് പുതിയതായിട്ട് വരച്ചതിനെ കളഞ്ഞിട്ട് ആ പഴയ ചിത്രത്തിനെ അതുപോലെ തന്നെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഉള്ള ഒരു സെറ്റപ്പാണ് ഡി സ്റ്റെക്കോ എന്ന് പറയുന്നത്. അത് ലോകത്ത് തന്നെ ആദ്യത്തെ സക്സസ്ഫുള്ളി ഡി സ്റ്റെക്കോ ഉപയോഗിച്ചത് നമ്മുടെ ഇന്ത്യയിലാണ്, തഞ്ചാവൂരിലാണ്. നമുക്കറിയുന്ന പോലെ തന്നെ ഈ സ്ഥലം, ഈ അമ്പലം എല്ലാം യുനെസ്കോയുടെ കീഴിൽ വരുന്നതാണ്. ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെട്ട ഒരു സ്ഥലം കൂടിയാണ് ഇത്. അപ്പോൾ ഇപ്പോഴും അതിൻ്റെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ചിത്രത്തിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടുത്തെ ആർക്കിടെക്റ്റിനെ പറ്റിയൊക്കെ റിസർച്ചുകൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതായത് ഇത് നമ്മൾ തൊട്ട് നോക്കുമ്പോഴേ മൈന്യൂട്ടായിട്ടുള്ള കുറേ സ്ട്രക്ചേഴ്സ് ഇതിനകത്ത് പണിത് വെച്ചിട്ടുണ്ട് ശില്പികൾ. ഇതുപോലെ തന്നെ ഇതിപ്പോൾ നമുക്ക് തൊടാൻ പറ്റുന്ന ഭാഗത്തായിട്ടാണ് ഇതാ കണ്ടോ, ഇത്രയും മൈന്യൂട്ടായിട്ട് ഓരോന്നും കൊത്തി വെച്ചിരിക്കുകയാണ്. കണ്ടോ, ഇതിനകത്ത് ഇങ്ങനെ ഇത്രയും മൈന്യൂട്ടായിട്ട് ഇവിടെ കണ്ടോ ഈ വിരൽ ഹോളൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക അവർ. ഗ്രീൻ മാംഗോ കസിൻസ് തഞ്ചാവൂരിൻ്റെ ബിഗ് ടെമ്പിളിൻ്റെ രാത്രി കാഴ്ച കാണാൻ വന്നപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം നല്ല ഭംഗിയാണ്. ഇവിടെ ആ ഒരു ഹാലോജൻ ലൈറ്റ് ഇടുമ്പോൾ ഈ മൊത്തം അമ്പലവും നല്ല തിളങ്ങി നിൽക്കുന്നതൊക്കെ കാണാം. അപ്പോൾ അതിൻ്റെ വിഷ്വൽസ് എല്ലാം നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് നേരം രാത്രിയും കൂടി സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രീൻ മാംഗോ കസിൻസ് ഇവിടെ എത്തിയത്.
കുറേ കാലമായി കാത്തിരിക്കുന്നു അല്ലേ? ഇതുപോലെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഭയങ്കര അതിശയം തോന്നിയിട്ടുണ്ട്. ഇവിടുത്തെ കഥകൾ അറിഞ്ഞപ്പോഴാണ് കുറേ കൂടി അതിശയം. പിന്നെ നമ്മൾ പൊന്നിയിൻ സെൽവൻ PS 1 2 ഒക്കെ കണ്ടപ്പോൾ തന്നെ നമുക്കൊരു കൗതുകമായി. ഇങ്ങോട്ടേക്ക് വരണം എന്നുള്ളവർ. അതെ, അവരെല്ലാം രാജഭരണ സമയത്ത് ഇതിലൂടെയൊക്കെ നടന്ന് പാസ് ചെയ്തിട്ടുള്ള ആ ഒരു പാതയിലൂടെ നമ്മൾ നടക്കുക എന്നൊക്കെ പറയുന്നത് ഒരു എക്സൈറ്റിംഗ് മൊമെന്റ് ആണ് തന്നെയാണ്. ചോളവംശ രാജാവായിട്ടുള്ള അരുൾമൊഴിവർമ്മൻ ആള് വലിയൊരു ശിവഭക്തനാണ് എന്നാണ് അറിയപ്പെടുന്നത്. അതെ, അതുകൊണ്ടാണ് ഈ ക്ഷേത്രം പണിതിട്ടുള്ളത് എന്നുള്ളതാണ്. ആ സിനിമയിൽ നിങ്ങൾ PS 1 2 ഒക്കെ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും. റഹ്മാൻ ചെയ്ത ക്യാരക്ടറാണത്. അപ്പോൾ പുള്ളി ഒരു ശിവഭക്തനായിട്ടാണ് കാണിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ അരുൾമൊഴിവർമ്മൻ ആയിരിക്കാം ഇത് ഈ ക്ഷേത്രത്തിന്റെ പിന്നിൽ മാത്രമല്ല ചിലപ്പോൾ അതിൽ ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടാകും, അത് ആരാണെന്ന്. പക്ഷെ ഇത് ചോള രാജാവ് ആണ് കെട്ടിയിരിക്കുന്നുള്ളതാണ്. ചുറ്റുമുള്ള ഈ പാത ഉണ്ടല്ലോ, ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും നിങ്ങളുടെ? ഏകദേശം എൻ്റെ ഒരു കാൽക്കുലേഷനിൽ ഒരു 1.5 കിലോമീറ്റർ ഉണ്ടാവും ഇതിന് ചുറ്റും. നമുക്ക് കൃത്യമായിട്ട് കണക്കറിയുന്നില്ല, പക്ഷെ എന്നാലും ഒരു നമ്മളിപ്പോൾ ചുറ്റും നടന്നു വന്നപ്പോൾ ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. പിന്നെ ഇതെല്ലാം ഈ തൂണുകളെല്ലാം ഒറ്റ കല്ലിലാണ് നിർത്തിയിരിക്കുന്നത്. അതൊരു പ്രത്യേകതയല്ലേ? ഇത്രയും വലിയ ക്ഷേത്രം മറ്റു പണിയണമെങ്കിൽ എത്ര ശില്പി ഉണ്ടാവും? അതെ അല്ലേ, എത്ര പേര് ഉണ്ടാവില്ല, എത്ര പേര് കഷ്ടപ്പാടായിരിക്കും അല്ലേ? എനിക്ക് തോന്നുന്നത് ഇതിനെ ഒരു ശരിക്കും ലോകാത്ഭുതങ്ങളിലെ ഒരെണ്ണമായിട്ട് മാറ്റണം എന്നാണ് എനിക്ക് പേഴ്സണലി ഉള്ള അഭിപ്രായം. വർക്കുകളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ തന്നെയാണല്ലോ. കാരണം ഇത് ഈ ഇത്രയും വലിയ ഗോപുരത്തില് ഓരോരോ ശില്പത്തിനും മറ്റേ കഥകളും മറ്റു പറയാനുണ്ടാവും. അതുണ്ട്. പിന്നെ അത് തമിഴ്നാട്ടിലെ പൊതുവെ ക്ഷേത്രങ്ങൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം അതിഗംഭീരമായിട്ട് പണിഞ്ഞിട്ടുള്ള ക്ഷേത്രങ്ങളാണ്. അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതൊക്കെ. എന്താ പറയാ, ഇൻക്രെഡിബിൾ എന്നൊക്കെ പറയല്ലേ. ഇന്ത്യ ഒരു എന്താ പറയാ, ഒരുമാതിരി പെട്ട കുറേ കൾച്ചർ ഉൾപ്പെട്ട ഒരു സമയമാണ്. അപ്പോൾ ഈ തമിഴ്നാടും അതുപോലെ തഞ്ചാവൂരും അടിപൊളി, സൂപ്പർ. അപ്പം ഞങ്ങൾ തഞ്ചാവൂർ അമ്പലം വന്നു, കണ്ട് തൊഴുത് അതിനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചു. അല്ലേ സനുവേ? നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കാരണം ജാതി മത ഭേദമന്യേ ആളുകൾ എല്ലാവരും വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ തഞ്ചാവൂര്. അതെ, ക്ഷേത്രത്തിനുപരി ഒരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇതിനെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്ന് മനസ്സിലാക്കേണ്ട, നേരിട്ട് കണ്ട് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഒരു ട്രാവൽ ഇഷ്ടപ്പെടുന്ന, ചരിത്രം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒരു തവണയെങ്കിലും ജീവിതത്തിൽ ഇവിടെ വന്ന് പോകണം എന്നാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്. അതെ, നമ്മളും നമ്മുടെ തലമുറകളും ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത്. അപ്പോൾ നമ്മളുടെ ചെറിയ അറിവിൽ കിട്ടിയ ഇൻഫർമേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ട് ഇവിടെ എന്താണ് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തന്നു എന്ന് വിശ്വസിക്കുന്നു. നല്ല വിഷ്വൽസ് നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.